കോഴിക്കോട് കുന്നമംഗലം കാരന്തൂരിൽ വീട് കുത്തി തുറന്ന് മോഷണം. 35 പവൻ സ്വർണവും 4000 രൂപയും മോഷണം പോയിട്ടുണ്ട്. വീട്ടിൽ ആളില്ലാത്ത സമയത്താണ് മോഷണം നടത്തിയത്. മിഥില ബാലൻ കോഴിക്കോട്ട് നിന്നുണ്ട് വിവരങ്ങളുമായി. മിഥില, എപ്പോഴാണ് മോഷണം സംഭവിച്ചത്? പോലീസ് എന്ത് പറയുന്നു? ഗോപി, ഇന്നലെ രാത്രി 11:30-ക്കും ഇന്ന് രാവിലെ 6 മണിക്കും ഇടയിലാണ് മോഷണം നടന്നതെന്ന വിവരമാണ് പോലീസിൽ നിന്നും ലഭ്യമാവുന്നത്. പ്രാഥമികമായി പോലീസിന്റെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കുന്നമംഗലം പോലീസാണ് അന്വേഷിക്കുന്നത്. അല്പസമയം മുമ്പ് മെഡിക്കൽ കോളേജ് ACP പ്രേമചന്ദ്രൻ ഇവിടെ എത്തി വിവരങ്ങൾ അന്വേഷിച്ച് മടങ്ങിയതാണ്. ഇപ്പോൾ പോലീസ് സംഘം ഇവിടെയുണ്ട്. ഇപ്പോൾ ഈ വീട്ടിലുള്ള അമ്മ എനിക്കൊപ്പം ചേരുന്നുണ്ട്. ഇവരായിരുന്നു ഇന്നലെ രാത്രി 8:30-ക്ക് വീട് പൂട്ടി ഇവിടെ നിന്നും പോയത്. എന്താണ് സംഭവിച്ചത്? എപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്? ഇന്നലെ രാത്രി ഞാൻ പൂട്ടി ഒക്കെ പോയി. ഇന്ന് രാവിലെ വീട്ടിലെ വേലക്കാരി വന്നപ്പോൾ അടിച്ച് തുടയ്ക്കാൻ വേണ്ടി താക്കോലിൻ്റെ വീട്ടിൽ നിന്ന് എടുത്ത് വന്നപ്പോൾ ഗേറ്റ് തുറന്ന് കിടക്കുന്നുണ്ട്. മുന്നിലെ ഡോറ് തുറക്കാൻ പോയപ്പോൾ അത് തുറന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ റൂമിൽ കയറി നോക്കുമ്പോൾ ഒക്കെ വാരി വലിച്ചിട്ടിക്കുന്ന അലമാരികളൊക്കെ. അപ്പോൾ ഞാൻ ചെറിയ മോനെ വിളിച്ച് വന്ന് നോക്കുമ്പോൾ എല്ലാം കൊണ്ടുപോയി, ഒക്കെ കൊണ്ടുപോയി. മക്കൾ സ്വർണ്ണം കുറേ ഉണ്ടായി. ഇതാണ് സംഭവിച്ചതെന്നാണ് ഇവർ വീട് രാവിലെ തുറന്ന സമയത്ത് കാണുന്ന കാഴ്ച. ഇതാണ് 35 പവൻ സ്വർണം മോഷണം പോയി എന്നാണ് പ്രാഥമിക നിഗമനം. 4000 രൂപയും മോഷണം പോയിട്ടുണ്ടെന്ന് ലഭിക്കുന്നു. ഇപ്പോൾ അല്പസമയം മുമ്പ് ACP മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട്. 4 കിലോമീറ്റർ പരിധിയിലുള്ള CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം ഡോഗ് സ്ക്വാഡും ഒപ്പം തന്നെ ഫോറൻസിക് വിദഗ്ധരുമെല്ലാം ഇവിടെ എത്തി കൂടുതൽ പരിശോധന നടത്തും. പോലീസിന്റെ ഒരു അനുമാനപ്രകാരം ഇന്നലെ രാത്രി 12:30-ക്ക് ശേഷം ഇന്ന് പുലർച്ചെ 6 മണിക്കുമിടയിലാണ് ഈ ഒരു മോഷണം നടന്നതെന്നാണ് കരുതപ്പെടുന്നത്. ഗോപി. മിഥില ബാലൻ ആണ് വിവരങ്ങൾ നൽകിയത്. 35 പവനാണ് മോഷ്ടിക്കപ്പെട്ടത്. കാരന്തൂരിലെ വീട് കുത്തി തുറന്ന് 4000 രൂപയും മോഷണം പോയതായി വീട്ടുകാർ പറയുന്നുണ്ട്. വീട്ടിൽ ആളില്ലാത്ത സമയത്താണ് ഈ കവർച്ച നടന്നത്. മിഥില ബാലൻ അതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.